എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഴ്സ് BCA ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. BCA എന്നൊരു കോഴ്സിനെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ഈ BCAയുടെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ BCA ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു IT ഫീൽഡിലോട്ടുള്ള ഒരു എൻട്രി ലെവൽ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, വെബ് ഡെവലപ്മെന്റ്, അതിന്റെ സോഫ്റ്റ്വെയർ, ആപ്പ് ഡെവലപ്മെന്റ് ഇത്തരത്തിലുള്ള മീൻസ് IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു 3 ഇയർ ഒരു എൻട്രി ലെവൽ കോഴ്സാണ് നമ്മുടെ BCA എന്ന് പറയുന്നത്. സോ ഈ BCAയുടെ കൂടെ തന്നെ ഒന്നുകിൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ നമ്മൾ ഈ 3 വർഷത്തെ BCA കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 1 ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിട്ടോ ഒരു ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് ആയിട്ടോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ വരുന്നതാണ് ഈ BCA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സിറ്റീസ് അനുസരിച്ച് ഡിഫറെന്റ് ആണ്. ചില യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് പുറത്തുള്ള ഫേമുമായിട്ട് ടൈപ്പ് ആയിട്ട് ഒരു ആഡ് ഓൺ കോഴ്സ് പോലെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ BCA കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നുള്ളത് ഒന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. സോ അവർക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉദ്ദേശിക്കുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസ് ആവശ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻസോ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹ്യൂമൻ തിങ്കിങ്, ഹ്യൂമൻ ഇന്റലിജൻസ് ആവശ്യമുള്ളിടത്ത് ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതിന്റെ ഒരു ഡെയിലി ലൈഫിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് വരുന്ന ഒരു അപ്ലിക്കേഷൻസ് നമുക്ക് എന്താ നോക്കാം. അപ്പൊ ആ അപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെസ്ല കാറുകൾ, ഡ്രൈവർലെസ് കാറുകൾ, ഇപ്പോൾ ഗൂഗിളിന്റെ ഡ്രൈവർലെസ് കാറുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. സോ എന്താണ് ഡ്രൈവർലെസ് കാർ എന്ന് പറയുന്നത്? ഇപ്പൊ നോർമലി ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവർക്ക് അറിയണ്ടാവും. നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ വെഹിക്കിളുമായി പോകുന്നതാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പോകുമ്പോൾ ഒരിക്കലും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഗതികളെല്ലാം നടക്കുന്നത്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹ്യൂമൻ ഇന്റലിജൻസ് വളരെയധികം ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ മനുഷ്യനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അത് ഓട്ടോമേറ്റഡ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കും. സോ ഈ പോകുന്ന എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഒരു ഹ്യൂമൻ ഇന്റലിജൻസ് അവിടെ എങ്ങനെയാണോ ആവശ്യമുള്ളത് അതുപോലെ തന്നെ സിസ്റ്റം ആലോചിച്ച് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ഹ്യൂമൻ പോലെ തിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു കാർ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന പോയിന്റിലേക്ക് എത്തിക്കുന്നതാണ് ഡ്രൈവർലെസ് കാർ എന്ന് പറയുന്നത്. സോ അവിടെ റീപ്ലേസ് ചെയ്തത് എന്താണ്? ഒരു ഹ്യൂമൻ ബ്രെയിൻ ഉള്ള ഒരു ഡ്രൈവറെ, ഹ്യൂമൻ ഇന്റലിജൻസ് വളരെയധികം ഉപയോഗിക്കേണ്ട ഒരു പ്ലേസ് ആണ് നമ്മുടെ ഒരു സിസ്റ്റം മീൻസ് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അതിനുമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ അവിടെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്, അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. സോ അതൊരു അപ്ലിക്കേഷൻ. ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മുടെ ChatGPT. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് വേണ്ട രീതിയിലുള്ള ഉത്തരങ്ങൾ തരുന്ന ChatGPT. ഇപ്പൊ ഡീപ് സീക്ക് ഉണ്ട്, ഗൂഗിളിലെ ജെമിനി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ചാറ്റ് ബോട്ടുകൾ ഉണ്ട്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ സജസ്റ്റഡ് വീഡിയോസ് വരുന്നത് ഇനി ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മീൻസ് മുകളിലോട്ട് കയറി വരുന്നത് ഇതെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു അപ്ലിക്കേഷൻ ഒരുപാട് ഡേ ബൈ ഡേ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. A to Z ഫീൽഡിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈവൻ മെഡിക്കൽ കെയർ കൂടി ഇപ്പോൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. റോബോട്ടിക് സർജറി മീൻസ് നമ്മള് ഹ്യൂമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈവൻ ഡോക്ടേഴ്സ് ചെയ്തിരുന്ന സർജറിക്ക് പോലും ഇപ്പോൾ മെഷീൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
അതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ മീൻസ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് പ്യൂർലി ഡാറ്റകൾ വെച്ചിട്ടാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റകളിൽ നിന്നും ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് എന്നിട്ടാണ് അവർ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹ്യൂമൻ, ഇപ്പോൾ ഞാനൊരു ഫ്രഷർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് 1, 2, 3 സർജറി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റോബോട്ട് ഈ സർജറി ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടന്നിട്ടുള്ള ആ ഒരു സ്പെസിഫിക് സർജറിയെ കുറിച്ചിട്ടുള്ള ഡാറ്റ ഇവരെ കയ്യിലുണ്ടാവും. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മീൻസ് അതിൽ നിന്നും ഡാറ്റയിൽ നിന്നും അനലൈസ് ചെയ്തുകൊണ്ടാണ് അവർ ആ സർജറി ചെയ്യുന്നത്. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ് അല്ല, മീൻസ് അതിന്റെ ഒരു പ്രിസിഷൻ കാര്യങ്ങൾ വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിൽ ഇന്ന് യൂസ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനോടും ഇതിൽ നിന്നും എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഒന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് നോർമൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ BCA പഠിച്ചിറങ്ങുമ്പോൾ ആൾമോസ്റ്റ് നമ്മൾ IT ഫീൽഡിലുള്ള ഒരുപാട് പേപ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ ഒരു BCA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 3 വർഷ പ്രോഗ്രാമാണ് വരുന്നത്, 6 സെമസ്റ്ററിലായിട്ടാണ് വരുന്നത്. സോ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആവുമ്പോൾ നമ്മുടെ സിലബസിൽ ഒരുപാട് പേപ്പേഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള പേപ്പേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അല്ല ഇതൊരു ആഡ് ഓൺ കോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നോർമൽ ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന BCAയുടെ സിലബസ് മൊത്തമായിട്ട് വരും. അതിനോട് കൂടെ ഒരു ഡിപ്ലോമ പ്രോഗ്രാം പോലെ അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ പ്രോഗ്രാം പോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരിക. സോ അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആവുമ്പോൾ നമ്മുടെ പേപ്പേഴ്സിന്റെ എണ്ണത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പേപ്പേഴ്സിന്റെ എണ്ണം കൂടും. ഒരു ആഡ് ഓൺ പ്രോഗ്രാം ആകുമ്പോൾ അതൊരു ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു BCA ടോട്ടലി നമുക്ക് പഠിക്കാം, എല്ലാ ആസ്പെക്റ്റും പഠിക്കാം. പ്ലസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറും കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. സോ ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് MCA ചെയ്യാവുന്നതാണ്, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ MBA കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ ഒരുപാട് ആഡ് ഓൺ പ്രോഗ്രാംസും ആഡ് ഓൺ കോഴ്സുകളും ഒരുപാട് ഫേംസും ഇൻഡസ്ട്രീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ നോളേജ് ഇൻഡെപ്തിലോട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന വലിയൊരു ഫീൽഡിന്റെ വലിയൊരു ഭാഗമാണ്. അപ്പൊ അതിൽ തന്നെ ഡിവൈഡ് മീൻസ് ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിൽ ഇനിയും കൂടി പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാവുന്നതാണ്. പക്ഷെ ഈ ഒരു മേഖലയിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ കോഴ്സ് പഠിച്ച് കഴിഞ്ഞു എന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടൂല. നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ സ്കില്ലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. അത് പഠിക്കുന്നത് ഇതൊരു അപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചെടുക്കാൻ സമയം നിങ്ങൾ കണ്ടെത്തണം. അത് കോളേജിൽ നിന്ന് ഇതിന്റെ കോഴ്സ് സിലബസ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. അത് എത്രത്തോളം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ് ടു യു ആണ്. സോ നിങ്ങൾ കൂടുതൽ സ്കിൽസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഇന്റേൺഷിപ്സ് ഇപ്പൊ ഈ 6 സെമസ്റ്ററിന്റെ ഇടയിൽ സെം ബ്രേക്കുകൾ ഉണ്ടെങ്കിൽ മാക്സിമം കമ്പനീസിൽ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തുകൊണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഫ്രണ്ട്സുമായി കൂടി ചേർന്ന് കണ്ട് സ്റ്റാർട്ടപ്സോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. സ്റ്റാർട്ടപ്സിനെ കുറിച്ചൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്യാം. സോ സ്റ്റാർട്ടപ്പ് ഒക്കെ നിങ്ങൾ തുടങ്ങുമ്പോൾ അത് സക്സസോ ഫെയിലിയറോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഓൺ കമ്പനി എന്നുള്ള രീതിയിൽ ഒരു ഓൺ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ടപ്സ് കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈവൻ അത് ഫെയിലിയർ ആയാലും കൂടെ അതിന് ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനുണ്ട്. സോ ഇത്തരത്തിൽ നമ്മുടെ സ്കിൽ സെറ്റ് നമ്മൾ തന്നെ മോഡിഫൈ ചെയ്തുകൊണ്ട് മൂർച്ച കൂട്ടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ, ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കുമ്പോൾ അതിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് അത് ക്രാക്ക് ചെയ്യാനും നല്ലൊരു ജോലി കിട്ടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. സോ ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്ലേസ്മെന്റ്സ് ഉള്ള കോളേജസ് മാക്സിമം എടുക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ 100% പ്ലേസ്മെന്റ് എന്നത് പറയുന്നത് ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുകൊണ്ട് ആരും നിങ്ങൾക്ക് ജോലി തരൂല. പക്ഷെ നിങ്ങൾക്ക് അതിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. അത് അവര് ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ആ നോളേജ് ഉണ്ട്, സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അല്ല ആ കോഴ്സ് ജസ്റ്റ് പാസ്സായി പക്ഷെ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഐഡിയയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. സോ 100% പ്ലേസ്മെന്റ് അല്ല, 100% പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന കോളേജ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനത്തെ കോളേജുകൾ ഓപ്റ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ UGCയുടെ അംഗീകാരം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആണോ, മീൻസ് BCA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആണോ അല്ല ആഡ് ഓൺ കോഴ്സ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. ഇപ്പോൾ ഒരാൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്രയും താല്പര്യപ്പെട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അത് എടുക്കുന്നതായിരിക്കും നല്ലത്. മീൻസ് അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ അത് വരുന്നതാണ്. അല്ല നമ്മളൊരു ആഡ് ഓൺ കോഴ്സ് പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ BCA മൊത്തത്തിൽ എടുത്തു, അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഐഡിയ കിട്ടി, പ്ലസ് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതിനൊരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ നമുക്ക് കരിയർ മാറ്റാൻ തോന്നുകയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല എന്റെ ഫീൽഡ് എന്ന് മനസ്സിലാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് മാറുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അങ്ങനെ മാറാം. അത് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആണെങ്കിലും മാറാവുന്നതാണ്, കുഴപ്പമില്ല. സോ ഇത്തരത്തിലുള്ള കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് UGC അംഗീകാരം ഉണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ മാക്സിമം അവിടെ പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. കോളേജിൽ അവരെങ്ങനെ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ട്രെയിനിങ് പ്രോപ്പറായിട്ട് മീൻസ് പഠിപ്പിച്ച് തരും, ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ടോ, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം അവർ കോളേജിന്റെ ഭാഗത്തുനിന്ന് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മൈൻഡിൽ വെക്കേണ്ടത് പ്ലസ് ടു കഴിഞ്ഞു, ഇനി ഒരിക്കലും ടീസ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം. അല്ലാണ്ട് ഹെൽപ്പ് മാത്രം ചെയ്തു തരാനേ കഴിയുള്ളൂ. എല്ലാ കാര്യങ്ങളും അവർക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂല. അതിന് വേണ്ട ഒരുപാട് കമ്പനീസ് ഇന്റേൺഷിപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഗെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ കോളേജിനെ കുറിച്ച്, അഡ്മിഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ നമ്പർ കൊടുക്കുന്നതാണ്, അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്നതാണ്. അതുവരേക്കും